നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയാണെന്നെങ്കിലും ഓർക്കണ്ടേ? അതിന് വകതിരിവെന്ന സാധനം ഉണ്ടാവണം. അതില്ലല്ലോ. നീ ആരാടി? ഇവിടുത്തെ തമ്പുരാട്ടിയോ? എന്നെ വകതിരിവ് പഠിപ്പിക്കാൻ എന്താടി എന്റെ വകതിരിവിന് കുഴപ്പം? കുട്ടിയോട് എങ്ങനെ സംസാരിക്കണം, മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം എന്ന സാമാന്യ ബോധമാണ് വകതിരിവ്. അതേട്ടന് ഒരു പൊടി പോലും ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്താണ് നീ പറഞ്ഞേ? എന്താ എന്താ ഇത്? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആഹാ, കൊള്ളാലോ. വീട്ടില് പുതിയൊരംഗം കൂടെ വന്നു അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും പുതിയ അംഗത്തിന്റെ വരവറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാനാ? ഇവിടെ എല്ലാവരുടെ തോന്നിവാസമല്ലേ നടക്കുന്നത്. എന്തായാലും നമ്മളെല്ലാം അംഗീകരിക്കാൻ വിധിക്കപ്പെട്ടവരും. എന്തായാലും വിവാഹം കഴിയാത്ത വന്ദനേച്ചി ഇങ്ങനൊരു പെൺകുട്ടിയെ ഒപ്പം കൂട്ടിയത് ഒട്ടും ശരിയായ കാര്യമല്ല. വന്ദനേച്ചിക്ക് അതിന്റെ ഭവിഷ്യത്ത് അറിയാഞ്ഞിട്ടാ ഹരിതേ. ഭാവിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ താനെ പഠിച്ചോളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിവിടെ ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനമാണെന്ന് അറിയാം. എന്നാലും കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന സ്ഥിതിക്ക് എനിക്കൊരു അഭിപ്രായം പറയാലോ. പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദിയമോള് വന്ദനയെ സ്വന്തം അമ്മയായിട്ടാ കാണുന്നത്. ഒരമ്മയുടെ വാത്സല്യം, സന്തോഷവും സ്നേഹവും കുട്ടിക്ക് വന്ദനയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ സ്ഥിതിക്ക് കുറച്ചുകാലം കുട്ടി വന്ദനയുടെ കൂടെ ജീവിക്കട്ടെ. അതിന് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അനുവാദം കൊടുക്കുന്നത് മഹാപുണ്യമായിരിക്കും. ആണോ? ഒരു പുതിയ ജഡ്ജി വന്നിരിക്കുന്നു. ഊമയും ബദിരനുമായി ഒരുത്തനെ ഏറ്റെടുത്തതിന്റെ ശ്വാസമുട്ടലും ബാധ്യതയും ഇതുവരെ തീർന്നിട്ടില്ല. അത് പോരാഞ്ഞിട്ടാ ഒരു പെങ്കൊച്ചിന്റെ ഭാരം കൂടി അടിച്ചേൽപ്പിക്കുന്നത്. നടക്കില്ല. നാളെ നേരം പുലരുമ്പോ ഈ കുട്ടി ഇവിടുന്ന് കെട്ടുകെട്ടിച്ചിരിക്കണം. ഏട്ടനൊന്ന് നിന്നെ. എന്റെ ഇഷ്ടം മാത്രം നോക്കിയല്ല കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തത്. എന്റെ അച്ഛനമ്മമാരുടെ അനുവാദത്തോടു കൂടിയാ. അവര് പറഞ്ഞിട്ടാ. ദേമോളുടെ ചെലവുകളും ബാധ്യതകളൊക്കെ ഞാൻ വഹിച്ചോളാം. അക്കാര്യത്തിൽ ചില്ലി കാശ് പോലും ആരും ചെലവാക്കണ്ട. പിന്നെ വിനുവേട്ടന്റെ കാര്യം. വേണ്ടി വന്ന വിനുവേട്ടന്റെ എല്ലാ ബാധ്യതകളും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. എന്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞില്ലേലും എനിക്ക് കൂടെപ്പിറപ്പ് തന്നെയാ വിനുവേട്ടൻ. നാളിതുവരെ ഇവിടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് ഞാനാ. ഇന്നുവരെ ഈ കുടുംബത്തിലെ എല്ലാ ചെലവും നടന്നു പോകുന്നത് എന്റെ പണം കൊണ്ടാണ്. ദിയമോളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആരും കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടണ്ട, രോഷം കൊള്ളുകയും വേണ്ട. മനസ്സിലായോ? മോള് പേടിച്ചുപോയോ? ആരും എന്നെ പേര് പറഞ്ഞ് വഴക്ക് കൂടണ്ട. ഏയ്, അങ്ങനെയൊന്നും ഇല്ല മോളെ. ഈ മാമന്മാരൊക്കെ വെറുതെ കളിതമാശ പറയുന്നതാ. ദേ നോക്ക്, മോൾക്ക് ഇവിടെ വന്ദനാമ്മയുണ്ട്, വർഷാന്റി ഉണ്ട്, ഈ മുത്തശ്ശി മുത്തശ്ശനും ഒക്കെ ഉണ്ട്. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. മോളെ, ദിയമോൾക്ക് ഭക്ഷണം കൊടുക്ക. ശരി അച്ഛാ, ഞാനും കൂടി വരാം. നീ വാക്കുകൊടുത്ത രാജീവും വിദ്യാമയൊക്കെ മരിച്ചു മണ്ണടിഞ്ഞില്ലേ? എന്നിട്ടും
അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ കുടുംബം മുടിക്കേണ്ട കാര്യം വല്ലതുണ്ടോ? കുടുംബം മുടിക്കുന്നോ? അച്ഛന് മുതലെടുത്തും ചൂഷണം ചെയ്തും ജീവിക്കുന്നവർക്ക് മുതല് ചോർന്നു പോയി എന്ന വലിയ ഉത്കണ്ഠയൊന്നും വേണ്ട. ഈ കുട്ടി ഇവിടെ വളരുന്നതുകൊണ്ട് നിങ്ങളുടെ പാത്രത്തിലെ ചോറിനും കറികൾക്കും ഒരു കുറവും വരാൻ പോകുന്നില്ല. വേണ്ടി വന്ന പട്ടിണി കിടന്നും ഈ കുഞ്ഞിന് വന്ദന ചോറ് കൂട്ടിയിരിക്കും. അത് ഞാൻ ഉറപ്പാക്കിയ കാര്യം. എന്നാ ചേച്ചി അറിയാതെ പോകുന്നൊരു കാര്യം ബാക്കിയുണ്ട്. ഈ കുട്ടിയുടെ അപ്പച്ചയും ഭർത്താവും ജീവിച്ചിരിപ്പുണ്ട്. കുട്ടിയെ ചേച്ചി ഏറ്റെടുത്തതിന്റെ പേരിൽ അവർക്കുണ്ടാകുന്ന സങ്കടത്തെക്കുറിച്ച് ചേച്ചി എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? മനോജെ, നീ ഹരിതയെ കെട്ടിക്കൊണ്ടുവന്ന രീതി അങ്ങ് മറന്നുപോയോ? അങ്ങനെ ചെയ്തപ്പോ ഹരിതയുടെ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കാതെ പോവാൻ നോക്ക് മനോജെ. നിർത്തടി നിന്റെ ആള് ചമയല്. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. എന്തുദ്ദേശിച്ച അടി? യാതൊരു ഉപയോഗമില്ലാത്തൊരു കൊച്ചിന് വേണ്ടി വക്കാലത്ത് ഏറ്റുപിടിക്കുന്നത്. ഇത് ഭാഗ്യമില്ലാത്ത ജന്മ. ജനിച്ചപ്പോ തന്നെ സ്വന്തം അമ്മയുടെ പുക കണ്ടു, പിന്നെ സ്വന്തം അച്ഛന്റെയും അച്ഛമ്മയുടെയും പുക കണ്ടു. ഇനി നമ്മുടെ എല്ലാം പുക കാണാനായിരിക്കും ഇവളിങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കടി അസത്തെ. എന്തിനാ അമ്മ എല്ലാരും എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാ അമ്മ വഴക്ക് പറയുന്നത്? മോളിതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. ഒട്ടും പേടിക്കാൻ വേണ്ട. മോക്ക് കളിക്കാൻ ഒരു കൂട്ടുകാരനെ കൊണ്ട് ആന്റി ഉടനെ വരാം. ഇതുകൂടി കഴിച്ച്. വേണ്ട അമ്മേ, ഞാൻ അമ്മേരെയും അച്ഛന്റെയും അച്ഛമ്മേരെയും പുക കണ്ടുന്ന് ആ അങ്കിൾ എന്തിനാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് ആ അങ്കിളിന് ഭ്രാന്തായതുകൊണ്ടാ. ഭ്രാന്തന്മാര് ലെവലില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോ പേടിക്കല്ല, ചിരിക്കാ വേണ്ടത്. മനസ്സിലായോ? മോളെ, നിന്നോടൊപ്പം കളിക്കാനാ ഗോകുല് വന്നത്. രണ്ടുപേരും പോയി കളിച്ചോ. കാലിന് സ്വാധീനമില്ലാത്തത് അതിയ. അവൾക്കിപ്പോ ഗോകുലിനോടൊപ്പം കളിക്കാൻ കഴിയില്ല ഏട്ടത്തെ. ചെസ് കളിക്കാം. അതിന് ഓടിയും ചാടയൊന്നും വേണ്ടല്ലോ ആന്റി. ചേട്ടാ, എനിക്ക് ചെസ് കളിക്കാൻ അറിയില്ല. മോൾക്ക് വേണ്ടി ചെറിയമ്മ കളിക്കാം. ചെസ് കളിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യാം. എന്താ? എന്നാ കളിക്കാം. എന്നാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.